47 ദിവസമായി കർഷകർ രാജ്യ തലസ്ഥാനത്ത് സമരത്തിലാണ്. തണുപ്പാണ്, കോവിഡും ഭീഷണിയായുണ്ട്. ആണും പെണ്ണുമായ വൃദ്ധ കർഷകർ അവിടെയുണ്ട്. 9 തവണ ചർച്ചകൾ നടന്നിട്ടും കർഷകരുടെ സമരം പരിഹരിക്കാനായിട്ടില്ല കേന്ദ്ര സർക്കാരിന്. ഇന്ന് സുപ്രീം കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രത്തെ കണക്കറ്റ് വിമർശിച്ചത്. കർഷകരുടെ സമരത്തോട് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും ഇടപെടലും നല്ല രീതിയിലല്ല എന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ ഇന്ന് തുറന്നടിച്ചു. നാളെ സമരക്കാരുടെ പരാതികളിലും ഹർജികളിലും സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ഉത്തരവ് വരും. കർഷകരോട് അനുഭാവമുള്ള വിധിയാകും ലഭിക്കുക എന്ന് സമരക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ കോടതി ആലോചിക്കുന്നത് ചർച്ചകൾക്കായി ഒരു വിദഗ്ധ സമിതിയെ നിശ്ചയിക്കാനാണ് എന്ന സൂചനകളും പുറത്തുണ്ട്. 3 കൃഷി നിയമങ്ങൾ പരിപൂർണമായും റദ്ദാക്കുക എന്ന ഒറ്റ ആവശ്യത്തിലുറച്ച് സമരം ചെയ്യുന്ന കർഷകർക്ക് ആശ്വാസകരമായ ഒന്നാകുമോ അങ്ങനെയൊരു വിദഗ്ധ സമിതി വരുന്നത് എന്ന ചോദ്യം ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. ഒപ്പം കോടതിയുടെ വിമർശം കേന്ദ്രത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഗതം. മുൻ എംപിയും CPM നേതാവുമായ ശ്രീ PK ബിജു തൃശ്ശൂരിൽ നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. ഈ സമരസമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കിസാൻ മഹാസംഘിൻ്റെ ദക്ഷിണേന്ത്യാ കോർഡിനേറ്റർ ശ്രീ PT ജോൺ കോഴിക്കോട് നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. BJP നേതാവ് ശ്രീ TP ജയചന്ദ്രൻ കോഴിക്കോട് നിന്ന് ചർച്ചയിൽ ചേരുന്നു. അഭിഭാഷകൻ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ജെയ്മോൻ ആൻഡ്രൂസ് ഡൽഹിയിൽ നിന്നും ചർച്ചയിൽ ചെയ്തു. ആദ്യം ശ്രീ PT ജോൺ, കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ കർഷകർക്ക് പൊതുവിൽ ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതാണോ? ഈ സമ്പൂർണ്ണമായിട്ട് ഈ നിയമങ്ങൾ പിൻവലിക്കുക എന്നതിലേക്ക് കേന്ദ്രം നിർബന്ധിക്കപ്പെടുന്നൊരു സാഹചര്യം അതുകൊണ്ടുണ്ടായിട്ടുണ്ടോ? കേന്ദ്രത്തിന് ഈ നിയമങ്ങൾ പിൻവലിക്കാനുള്ള ഒരു സ്പേസ് കിട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. കാരണം കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ പറഞ്ഞു, നമ്മളോട് കർഷകരോട് പറഞ്ഞു, നിങ്ങൾ കോടതിയിൽ പോകൂ, കോടതി പറയുന്നത് ഞങ്ങൾ കേൾക്കാം, കോടതി എന്ത് പറഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കാം എന്ന് ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ കോടതിയിൽ പോവണ്ട എന്ന് തീരുമാനിച്ചത്, കോടതിയിൽ പോയിട്ട് ഏതെങ്കിലും കോടതികളുടെ വിധിന്യായങ്ങൾ ഏതെങ്കിലും എടുത്തു വെച്ചുകൊണ്ട് നിയമവിരുദ്ധമായി പാസാക്കിയിരിക്കുന്ന ഈ നിയമങ്ങൾ നിലനിൽക്കുന്നതാണ് എന്ന് കോടതി പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോവാതിരുന്നത്. ഇന്നിപ്പോ സമരരംഗത്ത് നിൽക്കുന്ന ആളുകളെ അവിടുന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച പലരും ആ ആവശ്യം കൂടുതൽ ശക്തിയോടുകൂടി അറ്റോർണി ജനറൽ ഉന്നയിക്കുകയും ചെയ്തപ്പോഴാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉള്ള വീഴ്ചകൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. ചർച്ചകൾ ഉണ്ടായിട്ടില്ല, കർഷകരോട് ചർച്ച ചെയ്യാതെ, വേണ്ട രീതിയിലുള്ള ആലോചനകളില്ലാതെയാണ് നിയമം പാസാക്കിയത് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. ആ നിരീക്ഷണം മാത്രമല്ല, സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ പലതും സർക്കാരിന്റെ ഏകപക്ഷീയമായ കോർപ്പറേറ്റ് വൽക്കരണ, കോർപ്പറേറ്റ് താൽപര്യ പരിരക്ഷയ്ക്ക് വേണ്ടി ഒരു നിയമം ബുൾഡോസ് ചെയ്ത് കൊണ്ടുവന്നതിന്റെ മുഴുവൻ സംഗതികളും ഈ ഇന്നത്തെ നിരീക്ഷണത്തിലുണ്ട്. സ്വാഭാവികമായും ആ നിരീക്ഷണത്തിന്റെ സാങ്കത്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിധി ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു ഇടവഴിയുമില്ല. കൃത്യമായും യെസ് ഓർ നോ മറുപടി തന്നെ കിട്ടണം. നിയമം പിൻവലിക്കും എന്ന് പറയുക മാത്രമല്ല, നിയമം പിൻവലിച്ചാലല്ലാതെ ഞങ്ങൾ സമരം അവസാനിക്കും. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ PT ജോൺ താങ്കളിലേക്ക്. ശ്രീ PK ബിജു, ഇവിടെ നിയമങ്ങൾ പിൻവലിക്കുക എന്നതാണ് സമരക്കാരുടെ ആത്യന്തികമായിട്ടുള്ള ഒരേ ഒരു ആവശ്യം. ആ ആവശ്യത്തിന് വഴങ്ങിയല്ലാതെ സമരം നിർത്തുകയില്ല എന്ന നിലപാട് സമരക്കാർക്കാകെയുണ്ട്. വൃദ്ധരായിട്ടുള്ള ആളുകളടക്കം വലിയ കൊടും തണുപ്പ് സഹിച്ച് അവിടെ സമരം നടത്തുന്നത് ഈ 3 കൃഷി നിയമങ്ങളും പൂർണ്ണമായിട്ട് റദ്ദാക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ കോടതിക്ക് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുകയില്ലല്ലോ. അതായത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം കോടതിക്ക് റദ്ദാക്കുക എന്നത് സാധ്യമാകുന്ന അല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ പിന്നെ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു നിലയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമുണ്ടാകുമോ സമരക്കാർ? സനീഷ്, ഇവിടെ കാണേണ്ടത്, സനീഷ് നേരത്തെ സൂചിപ്പിച്ചത്, 47 ദിവസമായി രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു ചരിത്ര പോരാട്ടം ഇന്ന് രാജ്യത്ത് നടക്കുകയാണ്. ലക്ഷക്കണക്കിന് കൃഷിക്കാരാണ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിക്ക് ചുറ്റും തമ്പടിച്ചിരിക്കുന്നത്.
കഴിഞ്ഞ നവംബർ 26 ദേശീയ പണിമുടക്കിൽ ഏതാണ്ട് 25 കോടി ആളുകൾ പങ്കെടുത്തത് നമുക്കറിയാം. ഇത്രയേറെ ജനപിന്തുണയുള്ള ഒരു സമരം നരേന്ദ്രമോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണനത്തിനെതിരായിട്ടുള്ള ശക്തമായ കൊടുങ്കാറ്റായി ഇന്ന് രൂപപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ സമരത്തെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. ഇപ്പൊ 9 റൗണ്ട് ചർച്ച നടത്തി. ഓരോ ചർച്ചയിലും കൃഷിക്കാരുടെ ആവശ്യങ്ങൾ അവരാദ്യം ഉന്നയിച്ചു തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയെ കുത്തുവാള എടുപ്പിക്കുന്ന മോദി സർക്കാർ എല്ലാ തരത്തിലുള്ള നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ പാസാക്കിയ നിയമം പിൻവലിക്കണം. അവർക്ക് മിനിമം സപ്പോർട്ടിംഗ് പ്രൈസ് ഇന്ത്യ രാജ്യത്ത് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് നൽകുമെന്ന് പറഞ്ഞ മോദി സർക്കാർ അതില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് പാസാക്കിയത്. അതുകൊണ്ട് ഈ നിയമം പിൻവലിക്കണം. അതോടൊപ്പം ചെറുകിട കൃഷിക്കാർ ഉൾപ്പെടെയുള്ള അവരുടെ ഭൂമി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തീറെഴുതുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന അവധി വ്യാപാരം ഉൾപ്പെടെയുള്ള നിയമവിധേയമാക്കുന്ന പ്രവർത്തനത്തിന് ആണ് ഈ ബില്ല് ഉതകുന്നത്. അതുകൊണ്ട് ആ നിയമം പിൻവലിക്കണം. അവശ്യ സാധനങ്ങൾ ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്ന സ്ഥിതി വന്നാൽ രാജ്യം കടുത്ത പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും പോകും. അതുകൊണ്ട് അവശ്യ വസ്തു ഭേദഗതി നിയമം പിൻവലിക്കണം. ഈ പ്രധാനപ്പെട്ട സുപ്രധാനമായ മുദ്രാവാക്യങ്ങൾ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സമരം ആരംഭിച്ചത്. അത് നടപ്പിലാക്കേണ്ടത് രാജ്യത്തെ BJP സർക്കാരാണ്. അവര് വീണ്ടും മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. അവര് റിലയൻസ് മുതലാളിമാർക്ക്, അദാനി മുതലാളിമാർക്ക് രാജ്യത്ത് ഇതുണ്ടാക്കാൻ പോകുന്ന ലാഭത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് BJP ഈ നയം ബുൾഡോസ് ചെയ്ത് രാജ്യത്ത് നടപ്പിലാക്കിയത്. എതിർത്ത പാർലമെന്റ് മെമ്പർമാരെ പുറത്താക്കുന്നതാണ് നമ്മൾ കണ്ടത്. എതിർത്ത കൃഷിക്കാരെ രാജ്യത്ത് പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. അതിലൊന്നും തകരുന്ന പ്രക്ഷോഭമല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ കൊണ്ട് വിരട്ടാൻ കഴിയുന്നതല്ല എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെങ്കിലും ഈ കൃഷിക്കാരുടെ യോഗത്തിൽ വന്ന് അവരെ വിരട്ടുമ്പോൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ ശ്രീ PK ബിജു, ഇവിടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്രത്തോട് മാത്രമല്ലല്ലോ സമരക്കാരോടുള്ള ചോദ്യങ്ങളും ഉണ്ടല്ലോ. അത് അത്രക്ക് ഗൗരവത്തോടെ ഉള്ളതോ അത്രക്ക് തീഷ്ണ സ്വരത്തിലോ അല്ലെങ്കിലും സമരക്കാർക്ക് ഇത്രയും പ്രായം ചെന്ന ആളുകൾക്ക് അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകണം, സമരകേന്ദ്രം ഇവിടെ തന്നെ ആവുന്നതിൽ നിന്ന് പിൻവാങ്ങണം തുടങ്ങിയ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് സമരക്കാരോടും ഉണ്ടായിട്ടുണ്ടല്ലോ. നിശ്ചയമായിട്ടും സമരത്തോടാണ് അനുഭാവമെങ്കിലും അത് കൈകാര്യം ചെയ്ത കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ കോടതി വിമർശിക്കുമ്പോഴും സമരം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനാവുകയില്ല, അങ്ങനെ പോകരുത് എന്നൊരു സൂചന കൂടെ കോടതി നൽകിയിട്ടില്ലേ ഇന്ന്? അല്ല സലീഷ്, അത് തന്നെയല്ലേ പറഞ്ഞത്. ആരാണ് സമരക്കാരെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചത്? ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാരല്ലേ. അവർക്ക് ആരെയും വെല്ലുവിളിക്കാം. ഇന്ത്യയിലെ സാമാന്യ ജനത BJP ഗവൺമെന്റ് പരിഗണിക്കുന്നതേ ഇല്ല എന്നതല്ലേ അവരുടെ 6 വർഷത്തെ ഭരണം കാണിച്ചു തന്നത്. ഇനി കാർഷിക മേഖല കൂടെ പിടിച്ചെടുക്കാം, തൊഴിൽ മേഖല കൂടെ പിടിച്ചെടുക്കാം. അതെല്ലാം കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ കഴിയുന്ന മേഖലയാക്കി മാറ്റാം എന്ന ഒരു സമീപനത്തിനെതിരായി കൃഷിക്കാർ അവരുടെ കൃഷിസ്ഥലവും അവരുടെ കുടുംബവും എല്ലാം ഒരുമിച്ച് ഉപേക്ഷിച്ച് അവർ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലേക്ക് പോന്നിരിക്കുകയാണ്. ആ കൃഷിക്കാർ പ്രഖ്യാപിച്ചല്ലോ, ഒന്നുകിൽ ഈ സമരത്തിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനായി ഞങ്ങളുടെ കൃഷിഭൂമിയും അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ന്യായമായ വിലയും ഉറപ്പാക്കുന്ന ഈ നയം നിങ്ങൾ നടപ്പിലാക്കണം, നിലവിൽ അതിനെതിരായിട്ടുള്ള നിയമം പിൻവലിക്കണം. ഇത് സ്വാഭാവികമായിട്ടും ഏത് സമരത്തിനും ഉയർന്ന മുദ്രാവാക്യമാണ്. ശരി, സുപ്രീം കോടതിയെ നമുക്ക് വലിയ ബഹുമാനമാണ്. പക്ഷേ ആ സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ഇന്ത്യ സർക്കാർ എടുത്ത ഈ ജനവിരുദ്ധമായ നയത്തെ കർശനമായി എതിർത്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PK ബിജു, ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്ന് ശ്രീ ജയേന്ദ്രൻ മാസ്റ്ററിലേക്ക് പോയതിനു ശേഷം. ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ശ്രീ TP ജയേന്ദ്രൻ, ഇവിടെ കേന്ദ്ര സർക്കാരിന് അതിശക്തമായുള്ള വിമർശനമല്ലേ കോടതിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്നത്? ഈ സോളിസിറ്റർ ജനറലിനെയും അറ്റോർണി ജനറലിനെയും അതിശക്തമായിട്ട് ഓരോ പോയിന്റുകൾ അവർ മുന്നോട്ട് വെക്കുമ്പോഴും ചീഫ് ജസ്റ്റിസ് S.A. ബോബ്ഡെ ശക്തമായി തന്നെയും വിമർശിക്കുന്നത് പോലെ ഈ സമരം കൈകാര്യം ചെയ്ത് ഒട്ടും ശരിയായ രീതിയിലല്ല എന്ന് ആവർത്തിച്ച് പറയുന്നത് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ഈ പറയുന്ന നിയമ മേഖലകളിലെ മാധ്യമപ്രവർത്തകരെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് കേന്ദ്രം ഈ സമരത്തോട് എടുത്തിരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറയുമ്പോൾ, ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ, നിയമത്തിൽ നിന്ന് തന്നെയും പിന്നോട്ട് പോയിട്ട്
കർഷകർക്ക് അനുകൂലമായുള്ള നിലപാടിലേക്ക് എത്തണം എന്നല്ലേ കോടതി, രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും ആവശ്യപ്പെടുന്നത്? കേന്ദ്രം തിരുത്തുമോ അങ്ങനെ? സാങ്കേതിക പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന് കേൾക്കാനാവുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം, ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ പി ടി ജോൺ, ഇവിടെ സമരം ഒറ്റ ആവശ്യമാണ് ഇപ്പോഴുള്ളത്. 3 പ്രധാനപ്പെട്ട നിയമങ്ങളും ഈ കൃഷി നിയമങ്ങളും പിൻവലിക്കുക. അതൊരു സിംഗിൾ പോയിന്റ് അജണ്ടയാണ്. ഈ സമരം, ഈ നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ സമരം ഇവിടെ അവസാനിക്കില്ല എന്ന് താങ്കളും അല്പം മുമ്പ് പറഞ്ഞു. അതിനകത്ത് കോടതിക്ക് എങ്ങനെയാണ് ഇടപെടാനാവുക? കോടതിക്ക് ആകപ്പാടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ശരിയല്ല, ഇക്കാര്യം തിരുത്തി മുന്നോട്ട് പോകണം, വേണ്ട നടപടികൾ സ്വീകരിക്കണം, ചോര പുറത്തേക്ക് വരാൻ പാടില്ല, അല്ലെങ്കിൽ ചോര വീഴ്ത്തുന്ന ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നൊക്കെ പറയാമെന്നല്ലാതെ ഈ നിയമം റദ്ദാക്കാൻ കോടതിക്ക് എങ്ങനെയാണ് സാധിക്കുക? നിയമം റദ്ദാക്കാൻ കോടതിക്ക് സാധ്യമല്ല. നിയമം റദ്ദാക്കാൻ ഇന്ത്യൻ പാർലമെന്റിന് മാത്രമേ സാധ്യമാവുള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധ്യമല്ല, ഇന്ത്യയുടെ കൃഷി വകുപ്പ് മന്ത്രിക്ക് സാധ്യമല്ല. നിയമം എങ്ങനെ എൻഫോഴ്സ് ചെയ്യാനായി പാസാക്കിയെടുത്തോ അതേ ബോഡിയിൽ പാർലമെന്റിൽ നിയമം തിരിച്ച് അവതരിപ്പിക്കണം, പാർലമെന്റിൽ അത് പാസാക്കണം, പാർലമെന്റിൽ ആ നിയമം റദ്ദ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാവണം. ആ തീരുമാനം പ്രസിഡന്റിലേക്ക് പോകണം, പ്രസിഡന്റ് ഒപ്പിടണം. ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് നടപ്പാക്കപ്പെട്ടുള്ള നിയമം ദുർബലമാവുള്ളൂ. ഇത് പാർലമെന്റ് പാസാക്കുക മാത്രമല്ല, പാസാക്കിയ നിയമം പാർലമെന്റിൽ നിന്ന് പ്രസിഡന്റിലേക്ക് പോയി രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി അത് നിയമമായി മാറിക്കഴിഞ്ഞതാണ്. രാജ്യത്ത് നിയമമായി മാറിക്കഴിഞ്ഞ ആ 3 നിയമങ്ങൾ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ സമരം. അത് ഒരു കോടതി വിധിയിലൂടെ സാധ്യമാവില്ല അത് പിൻവലിക്കാൻ. അത് ഒരു പ്രധാനമന്ത്രിയുടെ വാക്കുകൊണ്ട് പിൻവലിക്കാനാവില്ല. അത് പിൻവലിക്കാൻ ഇന്ത്യൻ പാർലമെന്റ് തന്നെ കൂടണം. പാർലമെന്റിൽ ആ ബില്ല് അവതരിപ്പിച്ച് റദ്ദ് ചെയ്യാൻ തീരുമാനിച്ച് പ്രസിഡന്റിലേക്ക് അയച്ച് പ്രസിഡന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ നിയമം പിൻവലിക്കപ്പെടുള്ളൂ. ഈ പ്രോസസ് നടന്നേ തീരൂ. ആ പ്രോസസ് നടക്കുന്നത് വരെയുള്ള പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഇവിടെ എന്താണ് ആലോചിക്കുന്നത്? നമുക്ക് മുന്നിൽ ശ്രീ ജോൺ ചില സൂചനകൾ അവിടെ നിന്ന് ലഭ്യമാകുന്നുണ്ടല്ലോ. അതായത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു നമുക്കൊരു മുൻ ചീഫ് ജസ്റ്റിസിനെ ഏൽപ്പിക്കാം, അദ്ദേഹം കൂടെ ചേർന്നൊരു സമിതി, വിദഗ്ധ സമിതി ഉണ്ടാകട്ടെ. ജസ്റ്റിസ് പി സദാശിവത്തോട് സംസാരിച്ചു, പക്ഷേ അദ്ദേഹത്തിന് ഭാഷാ പ്രശ്നമുള്ളതുകൊണ്ട് ഹിന്ദി, ഈ സമരക്കാരുമായിട്ട് സംസാരിക്കാനുള്ള ഹിന്ദിയിലൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പരസ്യമായി തന്നെ കോടതിയിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അതായത് അങ്ങനെ ഒരു സമിതിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ഒരു വിദഗ്ധ സമിതി വരട്ടെ, എന്നിട്ട് അതിൽ ചർച്ചകൾ നടക്കട്ടെ, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്ന്. നോക്കൂ, ഇവിടെ വിദഗ്ധ സമിതി എന്നത് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെയും മുന്നോട്ട് വെച്ചതാണ്. ഒന്ന്, ചർച്ചകൾ നടത്താൻ അവരെപ്പോഴും സന്നദ്ധരാണ്. ഇതിനകം 9 ചർച്ചകൾ, അതിൽ 8 എണ്ണം കൃഷിമന്ത്രിയുമായി ചേർന്നിട്ടും 1 ഈ അമിത്ഷാ തന്നെ നേരിട്ട് പങ്കെടുത്തും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ചർച്ചകൾ കൊണ്ട് കാര്യമില്ല എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ കോടതിയുടെ ഈ ഇടപെടൽ ആ നിലക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കുമോ? സമിതികൾ രൂപം കൊള്ളുന്നതിനോ സമിതികളിൽ ചർച്ച ചെയ്യുന്നതിനോ ഒന്നിനും ഞങ്ങളെതിരല്ല. ഞങ്ങൾ അതിനോടൊക്കെ സഹകരിക്കും. ഇന്ന് ഞങ്ങളുടെ കോർ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു 3 മണി മുതൽ. നാളെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് നാളെ വരുമെന്നാണ് പ്രതീക്ഷ. വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ കോർ കമ്മിറ്റി കൂടും, ചർച്ച ചെയ്യും. ഞങ്ങൾക്ക് ഒരു നിഷേധ സമീപനവുമില്ല. സുപ്രീം കോടതി നിശ്ചയിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്നതുമായ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ മടിയില്ല. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക്. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ജോൺ താങ്കളിലേക്ക്. മാസ്റ്റർ, ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള വിമർശനമല്ലേ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്? കേന്ദ്രം തിരുത്തേണ്ടതുണ്ടോ ഇത് കേട്ടിട്ട്? സനീഷേ, സ്വാഭാവികമായി ഒരു കേസ് നടക്കുമ്പോൾ സുപ്രീം കോടതി ചെയ്യാറുള്ള ഒരു നിരീക്ഷണം ഈ കേസിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് കൃത്യമായിട്ട് സമരക്കാരോടും കുറ്റപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സമരക്കാര്, പ്രായമായവർ, കുട്ടികൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ തണുപ്പിൽ ഈതിരയ്ക്ക് തുടങ്ങും. മാത്രമല്ല ഒരു ദുസൂചനയുമില്ലേ, സമരക്കാരും പറഞ്ഞാൽ കേൾക്കുന്നവരല്ല, നിങ്ങൾ രക്തം ചിന്താൻ അതിൽ കഴിവുരളാൻ നമുക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആർക്കും വഴങ്ങാത്ത ചില ആളുകളാണ് എന്നൊരു ദുസൂചന കൂടി അതിനകത്തില്ലേ.
ഇവിടെ പ്രശ്നങ്ങൾ എന്താണ്? ഇവിടെ കോടതിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതികളില്ല. കോടതിയാണോ ഒരു പോപ്പുലാരിറ്റി പരിശോധിക്കേണ്ടത്? കോടതിയുടെ ചുമതലയാണോ? കോടതിക്ക് പരിശോധിക്കാവുന്നത് എന്താണ്? ഇതിന് ഭരണഘടനാപരമായ വയലേഷൻസ് ഉണ്ടോ? നിയമപരമായി പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഇതിനപ്പുറത്തേക്ക് കോടതിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നാളെയും കൂടെ ഈ കേസിന്റെ പോസ്റ്റിംഗ് നടക്കാൻ പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് കുറെ കൂടി വ്യക്തമായി കോടതിയുടെ മുമ്പാകെ നിരത്തും. ഇവിടെ ഇപ്പൊ ചർച്ച ടി ജോണും ഒക്കെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഏതാണ്ട് അവർ സമരം ജയിച്ച മട്ടിലേക്കാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും കാലമായി നടന്നു വന്നിരുന്ന കാർഷിക മേഖലയിലുള്ള വലിയൊരു പരിവർത്തനം, അതിനുള്ള മാൻഡേറ്റ് കിട്ടിയ ഒരു പാർട്ടിയല്ലേ ഈ പാർട്ടി അതിന്റെ അടിസ്ഥാനത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഈ സമരത്തിന്റെ പുറകിലുള്ള ആളുകളുടെ സൂചനകളെ കുറിച്ചും അവരുടെ ലക്ഷ്യങ്ങളെ കുറിച്ചും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോ. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചൈനയിൽ നിന്നും വ്യവസായങ്ങൾ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. ഒരു വ്യവസായ സൗഹൃദമായ പ്രദേശമായിട്ട് ഭാരതം മാറുകയാണ്. എക്കാലവും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധത നടത്തിയിരുന്ന ആളുകളാണല്ലോ ഈ സമരത്തിന്റെ പുറകിലുള്ളത്. ഞാൻ ഒരു ലഘുവായ ചോദ്യം ചോദിക്കട്ടെ, ഇവർക്ക് എന്തിനാണ് റിലയൻസിന്റെ ഈ ടവറുകൾ തകർക്കുന്നതുമായി ഈ സമരത്തിന് എന്താണ് ഇത്രയധികം ബന്ധമുള്ളത്? ഇതേ റിലയൻസ് തന്നെയാണല്ലോ കർണാടകയിൽ ഇപ്പോ MSPയേക്കാൾ കൂടുതൽ വിലയ്ക്ക് അവർ അരി വാങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഏല കർഷകരുടെ വരുമാനം 1600 രൂപയ്ക്ക് അവരൊരു ക്വിന്റൽ ഏലം വിൽക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ ടവറുകളുടെ നശിപ്പിക്കുന്നതിൽ ഒരു പുറകിൽ ഒരു വലിയ താല്പര്യം, ചൈനീസ് താല്പര്യം സംരക്ഷിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ടവറും ഇതും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഒരു കാര്യം വ്യക്തമാണ്, ചൈനീസ് കോമ്പോണന്റ് ഉപയോഗിക്കാത്ത ഇന്ത്യയിലെ ഏക പുസ്തക സ്ഥാപനമാണ് റിലയൻസ്. മാത്രമല്ല റിലയൻസ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 5G ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത 5G അവർ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. ഇന്ത്യയിൽ 5G ഫോണിന്റെ പ്രവർത്തനം അവർ ആരംഭിച്ചിരിക്കുന്നു. കർണാടകയിലെ ഐഫോൺ ഫാക്ടറി അടിച്ച് തകർത്തിരിക്കുന്നു. ഇതിന്റെ ഒക്കെ പുറകിലേക്ക് പോകുമ്പോൾ ഇതിനകത്തൊക്കെ ഉള്ള ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കി ഇവരൊക്കെ സംരക്ഷിക്കുന്ന ഒരു തരം ചൈനീസ് താല്പര്യമല്ലേ? ഇത് ഒരു കാര്യം വ്യക്തമാണ്, ഈ പോക്ക് ഇന്ത്യ പോയി കഴിഞ്ഞാൽ ചൈനയുടെ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് മേഖലയുടെ കുത്തക തകരാൻ പോവുകയാണ്. എക്കാലവും ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണല്ലോ വീറോടെ ഇപ്പൊ ഇതിന്റെ പുറകിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ ഇപ്പോൾ തണുപ്പത്ത് കോവിഡ് ഭീഷണിക്കകത്ത് സമരം ചെയ്യുന്ന വൃദ്ധരായിട്ടുള്ള കർഷകർ അടക്കമുള്ള ആളുകൾ ചൈനയ്ക്ക് വേണ്ടിയാണ് ഈ സമരം നടന്നത് എന്നല്ലേ താങ്കൾ ഈ പറഞ്ഞതിനർത്ഥം? എന്ന് വെച്ചാൽ പക്ഷെ ആ കാര്യം എന്തുകൊണ്ടായിരിക്കണം ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, എന്തുകൊണ്ടായിരിക്കണം ആ കാര്യം? അതായത് ഒരു വിദേശ ശക്തികൾക്ക് വേണ്ടിയാണ് ഈ സമരം നടക്കുന്നത് എന്ന കാര്യം ഈ പ്രധാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസേഴ്സ് കോടതിക്ക് മുമ്പാകെ ഇന്ന് അറിയിക്കാതെ പോയത് അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ? അറിയിക്കാതെ പോയി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടുമ്പോൾ ഇത് ഞാൻ ഇതിന്റെ ഒരു വശം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഇന്ത്യൻ ജനസംഖ്യയിൽ 85% കർഷകരാണ് എന്നാണല്ലോ സനീഷ നമ്മളൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഈ പഞ്ചാബിലെ കർഷകർക്ക് മാത്രമായി മേധാവിത്വം കിട്ടുന്നു? മഹാരാഷ്ട്രയിലെ കർഷകരുടെ എണ്ണം എന്തുകൊണ്ട് കുറഞ്ഞു പോകുന്നു? ഗുജറാത്തിലെ കർഷകരുടെ എണ്ണം എന്തുകൊണ്ട് കുറയുന്നു? ബീഹാറിലെ കർഷകരുടെ എണ്ണം എന്തുകൊണ്ട് കുറയുന്നു? മാത്രമല്ല ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കും, ഇതിന് എതിരായിട്ടുള്ള ഒരു പ്രചരണം പോലും ഞങ്ങൾ അനുവദിക്കില്ല. ഇന്നലെ ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടിയുള്ള ഈ നിയമത്തിന്റെ വശങ്ങൾ സംഘടിക്കാൻ മറ്റു കർഷകർ ഇതിന് പുറത്തുമുണ്ടല്ലോ. ആ കർഷകർ ഇന്നലെ പഞ്ചാബിലും ഹരിയാനയിലും ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു യോഗം സംഘടിപ്പിച്ചു. എന്താണ് ഉണ്ടായത്? തികഞ്ഞ ഫാസിസ്റ്റ് രീതിയിൽ നിങ്ങളുടെ നാവുകൾ പൊങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല, നിങ്ങളെ സംസാരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദി തച്ച് തകർക്കുന്നു. വേദിയിലേക്ക് സംസാരിക്കാൻ പോലുമുള്ള ആളുകളെ തകർക്കുന്നു. അപ്പൊ ഇതിന്റെ പുറകിലുള്ളത് എന്താ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആശയപ്രചരണ സ്വാതന്ത്ര്യം സർക്കാരിനും എല്ലാവർക്കും ഇല്ലേ? ഇവർക്ക് മാത്രമാണോ കർഷകരുടെ കുത്തകയുള്ളത്? ഇവരുടെ അക്രമത്തിലൂടെ ഇങ്ങനെ എന്തും പിടിച്ചെടുക്കാമെന്നുള്ള മോഹത്തുമായിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി കോടതിയുടെ മുമ്പാകെ കൃത്യമായിട്ട് എത്തും. മാത്രമല്ല കോടതിക്ക് അങ്ങനെ തോന്നിയത് മാതിരിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്കില്ല. ആ തരത്തിൽ കോടതി നാളെ നീങ്ങുമെന്ന പ്രതീക്ഷയും നമുക്കില്ല. സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള വാദഗതികളും ഇതിനകത്തുള്ള ജുഡീഷ്യറിയുടെ ബന്ധപ്പെട്ട ലീഗൽ പോയിന്റ് കോടതി പരിശോധിച്ചോട്ടെ, അത് ഞങ്ങൾ എതിരല്ല. പക്ഷെ ഈ വസ്തുതകൾ കോടതിയുടെ മുമ്പിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് നാളെ വ്യക്തമാക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നുമുള്ള ഒരു മാത്രമല്ല ഞങ്ങൾ അന്ന് മുതൽ പറഞ്ഞ കാര്യമാണല്ലോ. അവിടെ ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമ്മൾ നേരത്തെ നടത്തിയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ ടെലിവിഷൻ ചർച്ചകളിലടക്കം പറയുന്ന കാര്യങ്ങളെല്ലാം താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത്, മറുപക്ഷത്തിന് വേണ്ടി മറ്റുള്ളവർ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം കോടതിക്ക് മുമ്പാകെ നിശ്ചയമായിട്ടും വന്നിട്ടുണ്ടാകുമല്ലോ. ഒപ്പം കോടതി അതിൻ്റെ ഈ 47 ദിവസമായി നടക്കുന്ന സമരങ്ങൾ ആ നിലക്ക് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന വാദങ്ങളെല്ലാം താങ്കൾ ഈ സൂചിപ്പിച്ച അവിടെ ഈ സമരക്കാർ നടത്തിയെന്ന് പറയുന്ന അതിക്രമമടക്കം അവരുടെ മുന്നിലുണ്ട്. പക്ഷെ അപ്പോഴും കോടതി നിലപാടെടുക്കുന്നത്
ഈ കർഷകർക്ക് അനുകൂലമായിട്ടും അവരോട് അനുഭാവം കാണിച്ചിട്ടുമാണ്. താങ്കൾ ഈ പറയുന്ന പോലെ അവിടെ വൃദ്ധരായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് മാറിപ്പോകണമെന്ന് പറയുന്നത് സമരക്കാരോടുള്ള അനുഭാവത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണ്. ഇവിടെ നിരവധി സംസ്ഥാനങ്ങൾ ഇതിനോട് എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട തരത്തിലുള്ള ചർച്ചകൾ വേണ്ട കൺസൾട്ടേഷൻ നടത്താതെയാണ് നിയമങ്ങളിലേക്ക് പോയത്. ഈ സമരം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കേന്ദ്രം ഒട്ടും പക്വത കാണിച്ചിട്ടില്ല. ഇത്രയും പരാമർശങ്ങൾ ചീഫ് ജസ്റ്റിസ് നേർക്കുനേർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, ശരിയാണ്, കോടതിയുടെ നിയമപരമായുള്ള വഴികളിലൂടെ പോയിട്ട് മാത്രമേ ആ കാര്യത്തിലേക്ക് പോകാനാവുകയുള്ളൂ. ശ്രീ പി ടി ജോൺ സമരരംഗത്തുള്ള ആളാണല്ലോ, അദ്ദേഹം പറയുന്നുണ്ട് കോടതിക്ക് റദ്ദാക്കാനാവുന്നതല്ല ഇത്. പക്ഷേ അപ്പോഴും താങ്കൾ പറയുന്ന കാര്യം ബഹുഭൂരിപക്ഷം ജനതയ്ക്കും എന്നതുപോലെ കോടതിക്കും ബോധ്യമാകാത്തതാണ് എന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ ഇത് തൽക്കാലത്തേക്ക് നിങ്ങൾ സ്റ്റേ ചെയ്യൂ, ഞങ്ങളത് ചെയ്യേണ്ടി വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യൂ എന്ന് കോടതി പറയുമ്പോൾ, എന്നിട്ട് ചർച്ചകളിലേക്ക് വീണ്ടും പോകൂ എന്ന് പറയുമ്പോൾ, ഇത് സ്റ്റേ ചെയ്യുക, തൽക്കാലത്തേക്ക് ഞങ്ങൾ നടപ്പാക്കുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നത് ശരിയായിരിക്കുമോ? അല്ല സനീഷ്, കേന്ദ്ര ഗവൺമെന്റ് നിലപാട് പറഞ്ഞല്ലോ. കോടതി നിയമപരമായിട്ട് അങ്ങനെ ആവശ്യപ്പെട്ടാൽ അതിൽ നിന്ന് നിലനിൽക്കാം. മറിച്ച് നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഡെമോക്രസിയിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താ? ഡെമോക്രസിയിൽ ജനങ്ങൾക്കുള്ള വിയോജിപ്പ് സമരത്തിലൂടെ അവർ പ്രകടിപ്പിക്കുന്നതിന് മാത്രമല്ല, ഗവൺമെന്റ് നേരത്തെ ഉന്നയിച്ച ആവശ്യവും കോടതി സൂചിപ്പിച്ചല്ലോ. സമരത്തിന്റെ പേര് മാറ്റിക്കൂടെ? ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കണോ? സമരക്കാർക്കുള്ള പ്രതിഷേധത്തിന് അവകാശം പോലെ തന്നെ ഡൽഹി നിവാസികൾക്കുള്ള പൗരാവകാശങ്ങളില്ലേ? ഈ പൗരാവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത കോടതിക്കില്ലേ? ഈ സമരക്കാരുടെ ജീവനെ പോലെ തന്നെ ഇതൊക്കെ പരിഗണിക്കേണ്ടതില്ലേ? ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ തരത്തിൽ ഒരു നിയമം കൊണ്ടുവന്നു, ആ നിയമം പിൻവലിക്കുകയല്ലാതെ മറ്റൊന്നിനും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു ഡെമോക്രസിയിൽ, ഒരു ആശയ സംവാദത്തിന് യോജിച്ചതാണോ? മാത്രമല്ല, ഇത് പറയുന്നവർ നമുക്കറിയാം 8 തവണ ഇരുന്നു. ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് അവർ തയ്യാറാവുക മാത്രമല്ല, അവർ വെച്ചിരിക്കുന്ന ഗുണപരമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഗവൺമെന്റ് ഒന്നുകൂടെ ചോദിച്ചു, ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് മുൻപോട്ട് വെക്കാനുണ്ട്? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ലോ എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ആ തരം ഒന്നുമില്ലാത്ത ആളുകൾ ഇന്നലെ വരെ മണ്ഡികളെ കുറിച്ചും ഈ ആധുനികവൽക്കരിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും പ്രകടന പത്രികയിലടക്കം പറഞ്ഞവർ, ഇന്നലെ വരെ ചർച്ച ചെയ്തവർ, ഈ ജനങ്ങളെ തള്ളിയവർ, അവരിപ്പോ ഒരു പുറം വാതിലൂടെ മറ്റാർക്കോ വേണ്ടി കളിക്കുന്ന ഒരു കപട നാടകമല്ലേ ഇത്? ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ കർഷകരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം വരുത്താൻ ഒതുക്കുന്ന നിയമത്തിൽ ഗവൺമെന്റ് പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പി കെ ബിജു, ഇവിടെ പൊതുവിൽ ഈ കർഷകർക്ക് അനുകൂലമായുള്ളൊരു മനോനിലയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതായത് പൊതുവിലൊരു നാട്ടിലാകപ്പാടെ തന്നെയും വളരെ വൃദ്ധരായിട്ടുള്ള ആളുകളടക്കം ഈ തണുപ്പിലും കോവിഡ് സാഹചര്യത്തിലും അവിടെ പോയിട്ട് സമരം ചെയ്യുന്നു. അത് കൃഷിക്കാരാണ്, നമ്മുടെ നാട്ടിൻ്റെ നട്ടലായിട്ടുള്ള കൃഷിക്കാരാണ് അവിടെ സമരം ചെയ്യുന്നത്. പൊതുവിൽ എല്ലാവർക്കും വിദേശ രാജ്യങ്ങൾക്കടക്കം അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാട് ഈ സംഭവങ്ങളോടുണ്ട്. ആ അനുഭാവ നിലപാടിൻ്റെ കൂടെ കോടതിയും നിൽക്കുകയാണ്. പക്ഷേ നിയമപരമായിട്ട് പാർലമെൻറ്റ് വഴി ഉണ്ടാക്കപ്പെട്ട ഈ നിയമം പിൻവലിക്കുക എന്നത് അല്ലെങ്കിൽ റദ്ദാക്കുക എന്നത് കോടതിക്ക് സാധ്യമാകുന്നതല്ല. കോടതിക്ക് ഈ തരത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ നടത്താമെന്നല്ലാതെ നയപരമായിട്ട് ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന BJPയുടെ നിലപാടല്ലേ യഥാർത്ഥത്തിൽ കോടതിയിലും വിജയിക്കാൻ വേണ്ടി പോകുന്നത്. ഇനിയിപ്പോൾ ഒരു സമിതിയെ വെച്ചാൽ പോലും ശ്രീ പി കെ ബിജു എന്താണ് ഉണ്ടാവുക? ആ സമിതി തന്നെയും ചർച്ചകൾക്ക് വിധേയമാവുകയും സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്ന നിലപാടല്ലേ സ്വീകരിക്കുക? സനീഷ്, എനിക്ക് ശ്രീ ജയേന്ദ്രൻ മാഷ് പറഞ്ഞ കാര്യത്തിൽ അത്ഭുതം തോന്നുകയാണ്. കാരണം അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ചാണ് വാചാലനായത്. ഇന്ത്യൻ പാർലമെന്റിൽ ഈ നിയമം എങ്ങനെയാണ് സനീഷെ പാസ്സാക്കിയത്? അവിടെ തന്റെ പ്രതിഷേധം ഇന്ത്യൻ പാർലമെന്റിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു പാർലമെന്റ് മെമ്പറുടെ അവകാശത്തെ ചവിട്ടിമതിച്ചല്ലേ 8 പാർലമെന്റ് മെമ്പർമാർ KK രാഗേഷും ഇളമരം കരീമും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർലമെന്റ് മെമ്പർമാരെ പുറത്താക്കിയല്ലേ നിങ്ങൾ ഈ നിയമം പാസ്സാക്കിയെടുത്തത്? എന്നിട്ട് ഇപ്പൊ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം ചൈനയ്ക്ക് വേണ്ടിയാണ്, ചൈനയിൽ പോകുന്ന വ്യവസായം മുഴുവൻ ഇന്ത്യയിലേക്ക് വരികയാണ്. വ്യവസായ വളർച്ച ഇന്ത്യയിൽ എത്രയാണ് എന്ന് ഞാൻ സനീഷിനോട് ഇവിടെ പറയുന്നില്ല. നമ്മുടെ GDP ഗ്രോത്ത് 23.9% താഴേക്ക് പോയപ്പോഴാണ് വീണ്ടും ഈ കേരളം, നമ്മുടെ രാജ്യം വ്യവസായം കൊണ്ട് പറുദീസയായി മാറും എന്നുള്ള വാദം BJP നേതാക്കന്മാർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം എന്താ? യഥാർത്ഥത്തിൽ ഇവര് നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനമായ നട്ടല്ലായ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടല്ലായ കാർഷിക മേഖലയെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് കൊടുക്കുന്നു. അതിന് ജയേന്ദ്രൻ മാഷ് പറഞ്ഞത് കർണാടകത്തിൽ ഇപ്പൊ വില കൂടുതൽ കിട്ടുന്നുണ്ട്. ആ വില എത്ര കാലം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ആ വില, പെട്രോൾ വിലയിൽ
50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ 40 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോൾ എന്ന് BJP നേതാക്കന്മാർ പറഞ്ഞത് ഇപ്പൊ 100 രൂപ എത്താറായി എന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതുപോലെ കാർഷിക മേഖലയിൽ ഇന്ന് 70% ഇന്ത്യക്കാരും ആശ്രയിച്ച് ജീവിക്കുന്ന മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റ് കച്ചവടക്കാർ കൊടുക്കാനുള്ള BJP ശ്രമത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം ഇവരെ തടഞ്ഞാൽ നിൽക്കുന്നില്ല എന്നതാണ് ഇപ്പൊ പ്രശ്നം. അതുകൊണ്ട് ആ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ഹരിയാനയിലെ മുഖ്യമന്ത്രി അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുന്നു. കർഷകർ എതിർക്കുന്നു. അതിനെയാണ് ഭീകരവാദമായി ചിത്രീകരിക്കുന്നത്. ഞാനൊരു കാര്യം ബഹുമാന്യനായ BJP നേതാവിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും നിങ്ങളുടെ ഈ കള്ളക്കളി മനസ്സിലാക്കി രംഗത്ത് വന്നിരിക്കുന്നു. അത് ഇടതുപക്ഷക്കാർ മാത്രമല്ല, രാജ്യത്തെ പൊരുതുന്ന ജനവിഭാഗം, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ശിരോമണി അകാലിദൾ ഇപ്പൊ എവിടെയാ? ഈ സമരത്തിനൊപ്പം അല്ലേ? ജഗന്റെ പാർട്ടി ആന്ധ്രാപ്രദേശ് ഇപ്പൊ ഈ സമരത്തിനൊപ്പം അല്ലേ? TRS ഈ സമരത്തിനൊപ്പം അല്ലേ? രാജ്യത്ത് ഏത് സംസ്ഥാനമാണ്? BJP ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളും കൃഷിക്കാരുടെ ഐതിഹാസികമായ പോരാട്ടത്തിനൊപ്പം അണിനിരക്കുകയാണ്. ആ പോരാട്ടം കണ്ട് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഈ കോർപ്പറേറ്റ് നയം പിൻവലിച്ച് കൃഷിക്കാരോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ PK ബിജു, ശ്രീ PT ജോൺ, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ജെയ്മോൻ ആൻഡ്രൂസ് കൂടെ നമ്മോടൊപ്പം ചേരും. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, ഞാൻ താങ്കളിലേക്ക് വരാം. ചെറിയ ഇടവേള ആവശ്യമായിരിക്കുന്നു, അതിലേക്ക് പോയതിനു ശേഷം. ശ്രീ PT ജോൺ, താങ്കൾ BJP പ്രതിനിധി ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതെല്ലാം കേട്ടുവല്ലോ. ഇവിടെ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരോ BJPയോ കാണുന്നേയില്ല. സുപ്രീം കോടതിയാണെങ്കിലും ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും അവയ്ക്കെല്ലാം നമ്മുടെ നാട്ടിൽ അധികാര പരിധികളുണ്ട്. പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ ഏതെങ്കിലും നിലക്ക് റദ്ദാക്കി കളയാൻ, നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ച് റദ്ദാക്കി കളയാൻ സുപ്രീം കോടതിക്ക് ഒരു വിധത്തിലും സാധിക്കുകയുമില്ല. അപ്പോൾ ഞങ്ങളുടെ നയനിലപാടുകൾ ശരിയാണ് എന്ന് ഈ 8-9 ചർച്ചകൾക്ക് ശേഷവും ഉറച്ചു നിൽക്കുന്ന കേന്ദ്ര സർക്കാർ ഈ സുപ്രീം കോടതിയിൽ നിന്നൊരു വിമർശനം വന്നു എന്നതുകൊണ്ട് എന്തെങ്കിലും മാറി ചിന്തിക്കാൻ എന്ത് സാധ്യതയാണുള്ളത്? സമരം തുടരേണ്ടി വരും എന്നൊരു സൂചനയല്ലേ മുന്നിലുള്ളത്? BJP നേതാവ് വളരെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഏലത്തിനെ കുറിച്ച് പറഞ്ഞു. ഏലം ക്വിന്റലിന് 1800 രൂപയ്ക്കൊന്നും പക്ഷേ 1 കിലോഗ്രാം പോലും 1800 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. ഏലത്തിന് ഈ പറഞ്ഞ മണ്ഡി സിസ്റ്റോ, ഏലം, കാപ്പി, ചായ, ഇതിനൊക്കെയുള്ള ഓപ്ഷൻ സിസ്റ്റവും സംവിധാനങ്ങളും വേറെയാണ്. ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറയുന്നതും നാണ്യവിളകൾ എന്ന് പറയുന്നതുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തത്. ഈ നാട്ടിൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളാണ് അവശ്യ സാധന നിയമങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ അവശ്യ സാധന നിയമങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ മനുഷ്യർക്കും ആവശ്യത്തിന് കിട്ടാൻ വേണ്ടിയാണ്. അതിന് പകരം അത് ഏതോ 2 കമ്പനികൾക്കോ 10-16 കമ്പനികൾക്ക് സംഭരിച്ച് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത്, അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക്, അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് പൂഴ്ത്തിവെപ്പിനെയും കരിഞ്ചന്തയെയും ലീഗലൈസ് ചെയ്തിട്ട് ഇത് കർഷകനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന ആർഗ്യുമെന്റാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ കർഷകരോട് ചർച്ച ചെയ്തില്ല, നിങ്ങൾക്ക് ആവശ്യം പോലെ സമയം തന്നു, നിങ്ങൾക്കിത് ഈ ആക്ഷേപം ചർച്ച ചെയ്തില്ല എന്ന് ഞങ്ങളുടെ ആക്ഷേപമല്ല, അവരാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയുന്ന മറ്റ് ആക്ഷേപങ്ങൾ, അതിനെല്ലാം മറുപടി നിങ്ങളുടെ രാജ്യരക്ഷാ മന്ത്രി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മറുപടി ബഹുമാനപ്പെട്ട BJP നേതാവ് എടുത്ത് വായിച്ചു നോക്കുക. ഈ കർഷകർ നടത്തുന്ന സമരം ചെയ്യുന്ന കർഷകരെ നിങ്ങൾ അർബൻ നക്സലൈറ്റ് എന്നും ചൈനീസ് ഏജന്റ് എന്നും നിങ്ങൾ മറ്റേ ഖലിസ്ഥാൻ വാദികളെന്നും തീവ്രവാദികളെന്നും ആക്ഷേപിച്ച് അപമാനിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ പൊന്നും വളയൊന്നിട്ട് ഞങ്ങളെ പൂജിക്കണ്ട, പക്ഷേ ഉൽപാദന ചെലവിനുള്ള അവകാശവും അർഹതയും ഞങ്ങൾക്കുണ്ട്. അത് കിട്ടുന്നത് വരെ ഞങ്ങൾ പൊരുതുക തന്നെ ചെയ്യും. എന്താ ഇതിന് സംശയം നിങ്ങൾക്ക്? അല്ലാതെ ഇതാരെയും തോൽപ്പിക്കാനല്ല ഈ സമരം. 47 ദിവസമായിട്ട് ഈ 10-60 ആളുകൾ രക്തസാക്ഷികളായ ഒരു സമരം അവിടെ നടക്കുന്നത് ഏതെങ്കിലും ഭരണകൂടത്തെ തോൽപ്പിക്കാനല്ല. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിയമം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളോട് ചർച്ച ചെയ്യണം. ഒന്നാമത്തെ, നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ നിയമം ഉണ്ടാക്കാനുള്ള അവകാശവും അധികാരവും? കേരളത്തിൽ
ലാൻഡ് റിഫോംസ് ആക്ട് ഉണ്ടാക്കി, വെറ്റ്ലാൻഡ് ആക്ട് ഉണ്ടാക്കി, ഡ്രൈലാൻഡ് ആക്ട് ഉണ്ടാക്കി, പ്ലാന്റേഷൻ ആക്ട്, ഇതൊക്കെ ഈ സംസ്ഥാനത്തിന്റെ അധികാരമായതുകൊണ്ടാണ് സംസ്ഥാനങ്ങൾ നിയമം ഉണ്ടാക്കുന്നത്. ഇതിനെ നിങ്ങൾ സെൻട്രൽ ആക്ടാക്കി കൊണ്ടുവന്നിട്ട് അദാനിയും അംബാനിയും സഹായിക്കാനുള്ള ഏർപ്പാടിലേക്ക് വന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ട് ജനങ്ങളുടെ പേരിൽ ഫാർമർ എംപവർമെന്റ്, ഫാർമർ പ്രൊട്ടക്ഷൻ, പ്രൈസ് അഷ്വറൻസ് എന്നൊക്കെ പറയുന്ന മധുരം തേച്ച് വെച്ചിട്ട് അതിനുള്ളിലെ വിഷം കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെതിരായിട്ട് സമരത്തിനിറങ്ങിയത്. നിങ്ങൾ വിഷമിക്കേണ്ട, റിലയൻസ് അംബാനിക്കെതിരായിട്ടുള്ള സമരം, റിലയൻസിന്റെ ടവർ പൊട്ടിച്ചതൊന്നും ചെറുതായ അബദ്ധം സംഭവിച്ചതല്ല. കൃത്യബോധ്യത്തോടു കൂടി ഈ കോർപ്പറേറ്റുകൾക്ക് അടിമകളാക്കി ഈ രാജ്യത്തെ കർഷകരെയും ഭക്ഷ്യമേഖലയെയും കാർഷിക മേഖലയെയും മാറ്റാനുള്ള പരിശ്രമത്തെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് ശ്രീ പി ടി ജോൺ തിരിച്ചടിയാവുകയില്ലേ? ഈ 1047 ദിവസക്കാലത്ത് സമരകാലത്ത് വലിയ അക്രമ സംഭവങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആ നിലക്ക് എന്തെങ്കിലും ആക്ഷേപം ഗൗരവത്തോട് ഉന്നയിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുമില്ല. പക്ഷേ ഇവിടെ ഈ റിലയൻസിന്റെ ടവറുകൾ നശിപ്പിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ചോദ്യമായിട്ട് ആളുകളുടെ മുന്നിലേക്ക് വരികയില്ലേ? ഇപ്പോൾ തന്നെയും കോടതി ഈ പ്രായം ചെന്ന ആളുകൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, അവർക്ക് നാടുകളിലേക്ക് മടങ്ങിപ്പോയിക്കൂടെ എന്ന് ഒരല്പം ബഹുമാന സ്വരത്തിലാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അക്രമ സംഭവങ്ങളിലേക്ക് നല്ല ബോധ്യത്തോടെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് സമരക്കാർ പറയുമ്പോൾ നിശ്ചയമായിട്ടും അത് നിങ്ങൾക്കെതിരായിട്ടുള്ളൊരു ഒരു പരാമർശമായിട്ടൊരു പ്രശ്നമായിട്ട് വരികയില്ലേ? ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണ ലഭിക്കാത്ത വിധത്തിലേക്ക് സമരക്കാർ പോവുക എന്നതുണ്ടാവുകയില്ലേ? ശ്രീ പി ടി ജോൺ, അക്കാര്യം മുൻകൂട്ടി കാണുന്നുണ്ടോ സമരസമിതി? സനീഷേ, ഇപ്പോൾ ഞങ്ങൾ UP പോലീസിനാവട്ടെ, ഹരിയാന പോലീസിനാവട്ടെ, ഇന്നലത്തെ സംഭവത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഹരിയാന പോലീസിനാവട്ടെ, ദില്ലി പോലീസിനാവട്ടെ, ഈ ഒരു പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും സമരം ചെയ്യുന്ന 5 നാഷണൽ ഹൈവേ ബോർഡറുകളിലായി സമരം ചെയ്യുന്ന 3,20,000 ആളുകൾ സ്ഥിരം സമരക്കാരാണ്. ഒരു കേസ് പോലും ഈ പറയുന്ന പോലീസുകാർക്കാർക്കും, പോലീസ് സ്റ്റേഷനുകാർക്കാർക്കും ഈ സമരത്തിനെതിരെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമരം നടത്തുന്ന ശാന്തതയും സ്വൈര്യവും ഒക്കെ കൃത്യമായി ഭരണകൂടത്തിന് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്, രക്തച്ചൊരിച്ചിലുണ്ടാവുന്ന സമയം വരും, അപ്പ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, അപ്പൊ ഞങ്ങൾ ഇടപെടാം. സമാധാനപരമായി സമരം ചെയ്യുന്ന കർഷകരോട് സമരം ചെയ്യണ്ട എന്ന് പറയാൻ ഞങ്ങൾക്കാവില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഞങ്ങൾ സമരം ചെയ്ത് സമാധാനപരമായി തന്നെയാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഹരിയാനയിലെ പഞ്ചായത്ത്, കിസാൻ പഞ്ചായത്ത്. എനിക്കൊറ്റ ചോദ്യമുള്ളൂ, ഞങ്ങൾ ഈ 47 ദിവസമായി സമരം ചെയ്യുന്ന സ്ഥലത്തേക്ക് 100 കർഷകരെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഭരണം നടത്തുന്ന BJPക്ക് UPയിൽ നിന്നോ ഹരിയാനയിൽ നിന്നോ കൊണ്ടുവന്നിട്ട് അവിടെ ഈ സമരത്തിനെതിരായിട്ടുള്ളൊരു സമരം നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ മഹാപഞ്ചായത്തുള്ള പേരിൽ ഹരിയാനയിൽ ഇത് ഏർപ്പാട് ചെയ്യുമ്പോൾ അവിടെ ഗ്രാമസഭകളുണ്ട്, സർപഞ്ചുകളുണ്ട്. ആ സർപഞ്ചും ഗ്രാമസഭകളും അറിയാതെ BJPക്കാരുടേതായിട്ടുള്ള ഒരു ബ്രാൻഡിൽ ഇത് സംഭവം നടത്താൻ തീരുമാനിച്ചപ്പോൾ ആ സർപഞ്ചുകൾ പോയി ചോദ്യം ചെയ്തു. ഞങ്ങൾ കർഷകർ ഞങ്ങൾ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലാണ് അടിപിടിയും കോലാഹലമായിട്ടുള്ളത്. ശരി, ഞങ്ങളെ തല്ലുക ചെയ്ത്, ഞങ്ങൾ തല്ലിയതല്ല. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയേന്ദ്ര മാഷ്, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ജെയ്മോൻ ആൻഡ്രൂസ്, ഇവിടെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ കർഷകർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് കോടതി സ്വീകരിക്കുന്നു എന്നതിനുള്ള പൂർണ്ണ തെളിവായിട്ട് കാണുകയാണോ വേണ്ടത്? ഒരിക്കലും കോടതി വാക്കാൽ പറഞ്ഞത് നാളെ വരാൻ പോകുന്ന ഉത്തരവ് പൂർണ്ണമായും കർഷകരെ ഈ നിയമത്തിനെതിരായിട്ടുള്ള കുറെ ഇതൊക്കെ വെച്ചുകൊണ്ടാണെന്നൊന്നും വിശ്വസിക്കാനുള്ള മൗഢ്യം എനിക്കില്ല. സത്യം ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും അന്തിമ ഉത്തരവിൽ വരാതിരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിന്റെ, ഒരു വിമർശനത്തിന്റെ, ഒരു ക്രിറ്റിസിസത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റുകൾക്കുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വാചകങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത്, നിങ്ങൾ ആരോടും ചർച്ച ചെയ്യാതെ പാസാക്കിയതാണ് എന്നുള്ള ഒരു കൃത്യമായ നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം എന്ന് പറയുന്നത് നാളെ അത് ചിലപ്പോൾ ഒരു പക്ഷേ നാളെ ആ ജഡ്ജ്മെന്റിൽ അത് എഴുതൂല, ഇവർ എല്ലാവരോടും ചർച്ച ചെയ്താണ് നിയമം പാസ്സാക്കേണ്ടതെന്ന് ഒരുപക്ഷെ ഒരു കോടതിക്ക് അതിന്റെ ഒരു വിധിന്യായത്തിൽ എഴുതി വെക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്,
നിങ്ങൾ ഈ ഓൾ എന്ന വാക്കാ ഉപയോഗിച്ച് ഈ സമരം മാത്രമല്ല ഈ എൻ്റെ എപ്പിസോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ആ പരാമർശത്തിനെ കുറിച്ചാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ പറയുമ്പോൾ സുപ്രീം കോടതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിറവേറ്റിയോ എന്നുള്ള ചോദ്യത്തിൽ എനിക്കും യോജിക്കാൻ കഴിയുന്നില്ല. കാരണം പൂർണ്ണമായി യോജിക്കുന്നില്ല. സുപ്രീം കോടതി ചെയ്യേണ്ടിയിരുന്നത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമം ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെ, പല നിയമങ്ങളും ഇന്ത്യയിലെ ആദ്യത്തെ ദിവസം തന്നെ സുപ്രീം കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിയമമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. കാരണം കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗത്തുള്ള ചില പ്രത്യേക ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിയമം പാസ്സാക്കിയത്. പ്രധാനമായും കൃഷി സംസ്ഥാന വിഷയം തന്നെയാണ്. അങ്ങനെയുള്ള വിഷയത്തില് കേന്ദ്ര ഗവൺമെന്റിന് ചില നിയമങ്ങളൊക്കെ പാസ്സാക്കാനുള്ള അധികാരമുണ്ട്, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. അങ്ങനെ പാസ്സാക്കുമ്പോൾ ആരോടാണ് ഇവർ ചർച്ച ചെയ്തിട്ടുള്ളത്? സംസ്ഥാനങ്ങളെ വിശ്വാസത്തിൽ എടുത്തോ? എത്ര കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം വിളിക്കാറുണ്ട്, എത്ര കാര്യങ്ങൾക്ക് കൃഷിമന്ത്രിയുടെ മന്ത്രിമാരുടെ സമ്മേളനം വിളിക്കാറുണ്ട്, എത്ര കാര്യങ്ങൾക്ക് കർഷക സംഘടനകളുമായി ചർച്ച ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ പ്രമുഖമായ എത്രയോ കർഷക സംഘടനകളുണ്ട്. ഈ കർഷക സംഘടനകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ 80% ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് അവരാണ്. നമുക്ക് മറ്റ് ഒരു വിഷയത്തിനുമില്ലാത്ത ഒരൊറ്റ നിമിഷം ജയ്മോൻ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഈ താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമമാണ് ഇതെന്ന് കണ്ട് കോടതിക്ക് അപ്പോൾ തന്നെയും സ്റ്റേ ചെയ്യാനാകുമായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നതെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ സാധിക്കുമോ? അതായത് അതിന്റെ പ്രോസസ്സ്, പാർലമെന്റിനകത്ത് നടന്ന പ്രോസസ്സ് ശരിയായിട്ടുള്ളതല്ല എന്ന് ശ്രീ പി കെ ബിജു അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ചർച്ചയിൽ. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും പാർലമെന്റ്, സഭകൾ കടന്നതിൻ്റെ പുറത്തേക്ക് വന്നിട്ട് പാസ്സാക്കപ്പെട്ടൊരു നിയമം, നമ്മുടെ ജനപ്രതിനിധി സഭയ്ക്കകത്തുകൂടെ തന്നെ വന്ന് പാസ്സാക്കപ്പെട്ട് നാട്ടിൽ വന്നിരിക്കുന്ന ഒരു നിയമം കോടതിക്ക് അങ്ങനെ കയറി ആദ്യ ദിവസം തന്നെ റദ്ദാക്കാൻ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? പാറ്റന്റ്ലി റോങ് ആയിട്ടുള്ള എത്ര നിയമങ്ങൾ പാസ്സാക്കിയിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട്? ഞാനൊരു 3 ഉദാഹരണം പറയാം. ഇന്ന് വാദത്തിൽ തന്നെ പറഞ്ഞ മഹാരാഷ്ട്രയിലെ സംവരണവുമായി ബന്ധപ്പെട്ട നിയമം അഡ്മിഷൻ സ്റ്റേജിൽ സ്റ്റേ ചെയ്തതാണ്. കേരളത്തിലെ സ്വാശ്രയ നിയമം, നമ്മുടെ പഴയ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിരുന്ന സ്വാശ്രയ നിയമം, അതിന്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും പോകുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ സ്റ്റേ ചെയ്യപ്പെട്ടു. അത് കേസ് ഇതുവരെ ഫൈനലായി തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ കണ്ണൂരിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ആ കേസിൽ ആ അഡ്മിഷൻ നടക്കുന്ന കാലത്ത് ഞാൻ അഡ്മിഷൻ സമയത്ത് സ്റ്റേ ചെയ്തതാണ്. അത്തരം നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോടതികൾ തയ്യാറാകുന്നതിന് ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് മാറുന്നതിനോട് എനിക്ക് തീരെ യോജിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് ഈ സംശയങ്ങൾ മുഴുവൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ താൽക്കാലികമായി സ്റ്റേ ചെയ്ത് സമരമൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും വീട്ടിൽ പോയിട്ട് പിന്നെ പൊളിറ്റിക്കലായും പിന്നെ ഇവരുടെ ഇപ്പോ കേന്ദ്ര ഭരണകക്ഷി ചില തന്ത്രങ്ങളുണ്ട്, അർബൻ നക്സൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനെയൊക്കെ വെച്ചുകൊണ്ട് ഈ സമരത്തെ തളർത്താൻ നടക്കുമെന്ന് വേണ്ടി തോന്നുക. ഞാൻ പറയുന്നത് എന്താ അറിയോ, നമുക്ക് ഡൽഹിയില് ഈ സമരം നടക്കുന്ന വേദി അല്ലെങ്കിൽ ഈ സമരം നടക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ ലോകത്തൊരു സമരം ഇങ്ങനെ നടന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിട്ടുകൊണ്ട് നേരത്തെ പി ടി ജോൺ സാർ ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മോശം 300 ലക്ഷത്തിലധികം ആളുകൾ ഒരു പുറത്തുനിന്ന് വന്നിട്ട് ഒരു പ്രദേശത്ത് വന്നാൽ എന്തൊക്കെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാം സാധാരണഗതിയിൽ. അങ്ങനെ യാതൊരു സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വളരെ മാന്യമായ രീതിയിൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അത്ഭുതകരമായിട്ടുള്ള മനസ്സാന്നിധ്യവും അത്ഭുതകരമായുള്ള സമര സംഘാടനവുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായത് ഡൽഹി പോലെ രാജ്യ തലസ്ഥാനത്ത് ഇത്ര കണക്കിന് ആളുകൾ, അതും വൃദ്ധകളുമായിട്ടുള്ള ആളുകൾ വന്ന് കൂടിയിട്ട് ഇത്രക്ക് രൂക്ഷമായിട്ടുള്ള 8ഉം 9ഉം ചർച്ച നടത്തിയതിനു ശേഷം പോലും സമവായമാകാത്ത സാഹചര്യത്തിൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തുടരുന്നു എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുന്നുണ്ട്. വലിയ ആ തരത്തിൽ അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ഞാൻ ഒറ്റ നിമിഷം അഡ്വക്കേറ്റ് ജയ്മോൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ഇവിടെ കോടതിക്ക് തന്നെയും ഇടപെട്ടിട്ട് സ്റ്റേ ചെയ്യാവുന്ന, മരവിപ്പിക്കാവുന്ന ഒരു നിയമം തന്നെയേ ഉള്ളൂ ഇത്. അതായത് സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല, മറ്റു തരത്തിലുള്ള പ്രോസസ്സുകളൊന്നും പാലിച്ചിട്ടില്ല. നിയമം ലംഘിച്ചു കൊണ്ടുവരുന്ന നിയമങ്ങളെ തടയാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജയ്മോൻ ചൂണ്ടിക്കാണിച്ചത്. എനിക്കത് അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാവുന്നൊരു അറിവക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാളെ വരുന്ന വിധി പോലും ഒരുപക്ഷെ അങ്ങനെ ആയാൽ അത്ഭുതപ്പെടാനില്ല. ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, അങ്ങനെ വരികയാണെങ്കിൽ കോടതി നിങ്ങളോട് നിയമവുമായിട്ട് പോകൂ തിരിച്ച് എന്ന് പറയുകയാണെങ്കിൽ വഴങ്ങുകയല്ലേ ചെയ്യുക സർക്കാർ?
അല്ല, അതിൽ തർക്കമൊന്നുമില്ല. അത് BJP വ്യക്തമാക്കിയല്ലോ. കോടതി അങ്ങനെ പറയുകയാണെങ്കിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കും. ഞാൻ അതിലേക്ക് വരുന്നതിന് കുറച്ച് വിശദാംശങ്ങൾ ജോമോട് പറയാനുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ജോൺ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന്. സർ, ഞങ്ങൾക്കുള്ള അവകാശം സർ, ഞങ്ങൾ ജനങ്ങളുടെ ഇടത്തേക്ക് പോകുന്നെന്ന് ജനങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് അധികാരം തന്നാൽ ഞങ്ങൾ ഈ കാർഷിക നിയമങ്ങൾ ഈ രൂപത്തിൽ പൊളിച്ചെഴുതും, മണ്ടികൾ ഒഴിവാക്കും, നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കും. നിങ്ങളും പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ ആകെ ഉള്ളത് 3 വോട്ട്, 3 സീറ്റ്. ഞങ്ങൾക്ക് പാർലമെന്റിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ചോദിച്ചു, ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് തരുമോ, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത് ജോൺ സാറേ, ജനം ഞങ്ങൾക്ക് മാൻഡേറ്റ് തന്നു. ഞങ്ങൾക്ക് നിങ്ങളെ പോലെ ജനങ്ങളെ നാളെ വഞ്ചിക്കാൻ പറ്റില്ല. ജനങ്ങൾ തന്ന മാൻഡേറ്റിനനുസരിച്ച് കാർഷിക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ സനീഷ, എനിക്കുള്ള താങ്കളുടെ ഒരു റിക്വസ്റ്റ്, അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് തുറന്നു പറഞ്ഞു. ഇതങ്ങനെ കൃഷിക്കാരുടെ ആവശ്യം മാത്രമൊന്നുമല്ല, ഇതൊരു കലാപത്തിന് ലക്ഷ്യമിട്ട് തന്നെയാണ്. ഞങ്ങൾ ഇത് ആസൂത്രണം ചെയ്ത് കൃത്യമായുള്ള ഞങ്ങളുടെ അജണ്ടയുടെ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം കലാപമാണ്. ഞാൻ ചോദിക്കട്ടെ, കലാപം ഉണ്ടാക്കാൻ ഈ തരത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അദ്ദേഹം എത്ര ലാഘവബുദ്ധിയോടാണ് പറഞ്ഞത്. സർപ്പാഞ്ചിലേക്ക് ഇങ്ങനെ കൂട്ടമായി ചെന്ന് അവിടുത്തെ ദേശീയപാത തടഞ്ഞ് അവിടുത്തെ പ്രസംഗവേദിയും അതിന്റെ സംവിധാനങ്ങളും യന്ത്രഭാമഗിരികളും തകർക്കുന്നതാണോ ഇദ്ദേഹം പറഞ്ഞ മൈൽഡായിട്ടുള്ള വളരെ ലഘുവായൊരു കാര്യം? സനീഷ, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് അദ്ദേഹം തുറന്നു പറയുകയാണ്. ഇത് കർഷകരുടെയോ രാജ്യത്തിന്റെയോ വിഷയങ്ങളല്ല, മറിച്ച് ഞങ്ങൾക്ക് ചില അജണ്ടകളുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നും ഒറ്റപ്പെട്ടു പോയി, ഞങ്ങളെ ജനം അംഗീകരിക്കുന്നില്ല, മാൻഡേറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരു കലാപത്തിലേക്ക് പോകുന്നു. പിന്നെ എന്റെ സുഹൃത്ത് ബിജു ചോദിച്ചു, കർണാടകയിലെ ഇവരിപ്പോ അദ്ദേഹം വരികൾ കണ്ടു പറഞ്ഞത് കർണാടകയിൽ ഇപ്പൊ കുത്തകകൾ ഇപ്പൊ വില കൂട്ടും, പിന്നീട് അവർ കുറയ്ക്കും. ബിജു, അപ്പോഴും നമ്മുടെ മണ്ടികൾ അവിടെ ഇല്ലേ? മണ്ടികൾക്ക് ഇത് മിനിമം സപ്പോർട്ട് പ്രൈസിനേക്കാൾ വലിയ വില കൊടുത്ത് മണ്ടികൾക്ക് സ്വീകരിക്കാമല്ലോ. കർഷകൻ ആ സ്വാതന്ത്ര്യമാണ് ഈ വെല്ലു കൊടുക്കുന്നത്. ഞാൻ ഇടപെടുന്ന ശ്രീ ജയേന്ദ്ര മാഷ് ക്ഷമിക്കണം, നമ്മളിത് കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് മണ്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് ഈ നിയമത്തിന്റെ കാര്യങ്ങൾ. പക്ഷേ കോടതിയുടെ ഇടപെടൽ, കോടതി നിങ്ങൾക്ക് മേലെ ഒരു ധാർമ്മികതാ ഭാരം വെക്കുമ്പോൾ ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ലോജിക്ക് ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ഞങ്ങൾക്ക് വോട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പിന്നെ കോടതിയൊന്നും ആവശ്യമില്ലല്ലോ. ഈ പറയുന്ന സംവിധാനങ്ങൾ, പാർലമെന്റിനകത്ത് ചർച്ചകൾ ആവശ്യമില്ലല്ലോ. പാർലമെന്റിനകത്ത് ചർച്ചകൾ നടത്തിയിട്ടില്ല. അഡ്വക്കേറ്റ് ജയമോൻ സൂചിപ്പിക്കുന്ന പോലെ സംസ്ഥാനങ്ങളുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. ഇതെല്ലാം മറികടന്ന് ഞങ്ങൾക്ക് വോട്ടുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ തെറ്റായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിനുമേൽ നടപടികൾ എടുക്കാനാണ് സുപ്രീം കോടതി അടക്കമുള്ള സംവിധാനങ്ങളെ നമ്മുടെ ഭരണഘടനാപരമായിട്ട് വിന്യസിച്ചു വെച്ചിരിക്കുന്നത്. സരീഷേ, ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് പറയരുത്. അദ്ദേഹം നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന് ചോദിച്ചു. ഞങ്ങൾക്കുള്ള അവകാശം ഇതാണ്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക്. ഞാൻ ചോദിക്കട്ടെ, 85% 103 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഈ ചെറിയ പഞ്ചാബിലെ കർഷകർ മാത്രമാണോ? ഇന്ത്യയിലെ ഗോതമ്പ് ഉത്പാദനത്തിൽ നമ്പർ 1 ആയ MP-യിലെ കർഷകർ എത്ര പേരുണ്ട്? കാർഷിക രംഗത്ത് വളരെയധികം മുന്നേറ്റം നടത്തുന്ന ബീഹാറിന് എത്ര പേരുണ്ട് സർ? ഗുജറാത്തിന് എത്ര പേരുണ്ട് സർ? ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സമരം നടത്തിയ മഹാരാഷ്ട്രയിൽ എത്ര പേരുണ്ട് സർ? ഇത് 2400 ഏജന്റുമാരും 6600 മണ്ടികളും ഒരു ചോര നീരാക്കി അധ്വാനിക്കാതെ കർഷകന്റെ ചോര ഊറ്റിക്കുടിക്കുന്ന ഒരു പറ്റം ഏജന്റുമാരുടെ കമ്മീഷൻ കുറയുന്നു. ജോമോനോട് ഞാൻ പറയുന്നത്, സർ, സംവരണത്തിന്റെ വിഷയം താങ്കൾ ഈ പറഞ്ഞതായിരുന്നില്ല. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭരണഘടന പുറത്തു നൽകിയ ചില അവകാശങ്ങൾക്കെതിരായുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കോടതിക്ക് എന്തുകൊണ്ട് ഇത്രയും വിലപ്പെട്ട സമയം അതിനുവേണ്ടി വിനിയോഗിക്കണം? കോടതിക്ക് ഒറ്റ ഉത്തരവ് BJP പറഞ്ഞല്ലോ, ഞങ്ങൾ കർഷകരോട് പറഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ പൊക്കോളൂ, കോടതി പറയട്ടെ, കോടതിയിൽ നിങ്ങളും ജയേന്ദ്ര മാസ്റ്റർ നമുക്കിനി സമയം അത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒന്ന് എല്ലാവരിലേക്കും പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീ PT ജോൺ, വളരെ പെട്ടെന്ന് താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ, എനിക്ക് ചോദ്യങ്ങളില്ല. ഞാൻ ജയേന്ദ്രൻ മാസ്റ്റർക്ക് എന്തെങ്കിലും വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ഒരു സംഗതി ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ജയേന്ദ്രൻ മാഷ് നമ്മളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് ബോധ്യപ്പെടുത്തേണ്ടത് ഭാരതീയ കിസാൻ സംഘ് എന്ന് പറഞ്ഞ സംഘടനയെയും ഭാരതീയ മസ്ദൂർ സംഘ് എന്ന് പറഞ്ഞ BMS-നെയും, ഈ 2 സംഘടനകൾ RSS-ഉമായി നേരിട്ട് ബന്ധമുള്ള സംഘടനകളാണ്. അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഈ നിയമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖലയെയും ഭക്ഷ്യ മേഖലയും അടിയറ വെക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് ഞങ്ങൾ മാത്രമല്ല അവർ പറഞ്ഞിരിക്കുന്നു. അവർ ഞങ്ങളുടെ കൂടെ സമരത്തിലില്ല എന്നുള്ളത് ശരി, അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തൂ, എന്നിട്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഞങ്ങൾക്കിതിനകത്ത് അന്നം ഉൽപ്പാദിപ്പിക്കുന്നവന്റെ അന്തസ്സ് നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ശരി, ആ പോരാട്ടത്തിന് വേറെ രാഷ്ട്രീയമില്ല. ശരി, നാളെ എന്തുണ്ടാകാനാണ് സാധ്യത? നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അഡ്വക്കേറ്റ് ജയ്മോൻ, താങ്കളോടാണ്. ഞാൻ അദ്ദേഹം ഈ നമ്മുടെ ബഹുമാനായ BJP-യുടെ പ്രതിനിധി പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ പോലെ ഈ ആ വിഷയവും ഭരണഘടനാപര പ്രശ്നമാണ്, ഈ വിഷയവും ഭരണഘടനാപര പ്രശ്നമാണ്. പവർ എക്സീഡ് ചെയ്യുന്നതുകൊണ്ടാണ് അൾട്രാ വൈറസ് എന്നാണ് പറയുക. അതായത് നമ്മുടെ പാർലമെന്റിന്റെ അതായത് ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ള തത്വങ്ങളുടെ പുറത്തുപോയി നിയമം ഉണ്ടാക്കുമ്പോഴാണ് കോടതികൾ ഇടപെടുക. ഇന്ന് ഞാൻ സുപ്രീം കോടതി പറഞ്ഞ ഒരു വാചകം ഞാൻ വായിക്കാം. യു ടെൽ us if you put on hold the implementation of laws, otherwise we will do it. വാട്ട് ഈസ് ദ പ്രോബ്ലം ഇൻ കീപ്പിംഗ് ഇൻ അബേൻസ്? നിങ്ങളിത് ചെയ്യണം, നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്താണ് ഇത് നിർത്തിവെക്കാൻ എന്താണ് തടസ്സമെന്നാണ് ചോദിച്ചത്. അപ്പൊ പിന്നെ അതിന്റെ ഒരു സ്പിരിറ്റ് ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമോ? കേരളത്തിൽ നിയമം വന്നില്ലേ? കേരളത്തിൽ അടുത്ത ഒരു നിയമം വന്നപ്പോ, ഒരു ഓർഡിനൻസ് വന്നപ്പോ പൊതുജനങ്ങളുടെ ശക്തമായ എതിർപ്പുണ്ടായപ്പോ അത് മാറ്റി ഞങ്ങൾ പിന്നീട് ലെജിസ്ലേച്ചർ ചർച്ച ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ കൊണ്ടുവരാമെന്നുള്ള നിലയിലേക്ക് മാറിയില്ലേ? അതിനൊരു കീഴടങ്ങളായിട്ട് നമ്മൾ എന്തിനാ ശബരിമല നിയമം അടക്കമുണ്ടല്ലോ. ശബരിമല നിയമത്തിൽ എന്താ ഉണ്ടായത്? വലിയ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിയമം വന്നു, വലിയ പ്രതിഷേധമുണ്ടായി, അതിനനുസരിച്ച് കാര്യങ്ങൾ മാറുന്ന നിലനിൽക്കുന്നുണ്ടായി. വൺമണ്ണിന്റെ കാര്യം അടുത്ത കാലത്ത് നടന്നല്ലേ? അതെ, അത്തരം കാര്യങ്ങളുണ്ട്. ഭരണാധികാരിക്ക് അതിന് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്തരം കാര്യങ്ങളുണ്ട്. അതെ, അതുകൂടെ നാണക്കേട് വിചാരിക്കാതെ തിരുത്തുക എന്നത് കൂടിയാണല്ലോ ഭരണാധികാരികളുടെ കർത്തവ്യം. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയ്മോൻ ആൻഡ്രൂസ്. ശ്രീ PK ബിജു, ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടെ വരുന്നില്ല, എൻ്റെ സമയം കടന്നുപോയതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം. ശ്രീ PT ജോൺ, ശ്രീ TP ജയേന്ദ്രൻ, അപ്പോൾ ശ്രീ PK ബിജു, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ കോടതിയുടെ ഭാഗത്തു നിന്ന് അഡ്വക്കേറ്റ് ജയ്മോൻ ആൻഡ്രൂസ് അവസാന ഭാഗത്ത് സൂചിപ്പിച്ച ആ കാര്യം, കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന സൂചന വളരെ കൃത്യമാണ്. അതായത് എന്താണ് അവരുടെ മനസ്സിലുള്ളത് എന്നത്. അതായത് നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യേണ്ടി വരും. അത് കേന്ദ്ര സർക്കാരിന് മേൽ വരുന്ന ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. നിങ്ങളാണിത് ചെയ്യേണ്ടത്. നിങ്ങൾ പിൻവാങ്ങുക, ഈ നിയമങ്ങൾ മരവിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യേണ്ടതായിട്ട് വരും എന്ന്. ആ സമ്മർദ്ദത്തിന് കേന്ദ്ര സർക്കാരും BJP-യും വഴങ്ങുമോ എന്നതാണ് നമുക്കറിയാൻ ഉള്ളത്. അങ്ങനെ ധാർമ്മികമായൊരു ബാധ്യത അവർക്ക് മേലുണ്ടെങ്കിലും നിയമപരമായിട്ട് അവർക്ക് തുടരാവുന്ന സാഹചര്യമേ ഉള്ളൂ നിലപാടിൽ. പക്ഷേ നാളെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ എന്ത് ഉത്തരവായിരിക്കും വരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് കാത്തിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെയധികം നന്ദി. 4 പേർക്കും ഒരിക്കൽ കൂടെ പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.